ഇന്ന് ഏട്ടൻ നടക്കാൻ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് പൊറാട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു പൊറാട്ടയും കൊണ്ടുവരുമെന്ന്. അപ്പോൾ അതും വെയിറ്റ് ചെയ്തിരിക്കട്ടെ ഞാൻ. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോഴുള്ള സന്തോഷമാണ് എൻ്റെ മുഖത്തിൽ കാണുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഫുൾ അടുക്കള ക്ലീൻ ആയിട്ട് കിടക്കുകയാണ്. അടുക്കളയിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും വെറും ചായ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലെ ചപ്പാത്തിയും കടലക്കറി ഉണ്ടാക്കാൻ വെച്ചിട്ട് തലേ ദിവസം അത് കടലൊക്കെ വെള്ളത്തിലിട്ടിരുന്നുണ്ട്. ഇപ്പം അതൊക്കെ വേസ്റ്റായി. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അത് വേഗം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടോ. എന്നിട്ട് ചൂടോടെ അതാ പൊറോട്ട കഴിക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മക്കളൊക്കെ നീട്ടിട്ടുണ്ട്. ഇത്തവണ പൊറോട്ടയ്ക്ക് കൊടുന്ന കറിക്ക് തീരെ ഇഷ്ടമായില്ലേ. ഏട്ടനും മക്കളും കറിയൊക്കെ കൂട്ടിയിട്ടുണ്ടോ കഴിച്ചത്. പിന്നെ ചൂടോടൊക്കെ പൊറോട്ട കഴിക്കാനത് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കറി ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയേ. പിന്നെ ഇടയ്ക്ക് ഞാൻ ഏട്ടനെ ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ. അതിപ്പോൾ ഇനി കടയിൽ നിന്ന് കൊടുത്തത് മാത്രമല്ല ഇവിടെ ഉണ്ടാക്കുന്നത് എല്ലാതും അത്ര തൃപ്തി വരലില്ലേ. ഇവിടെ ഏട്ടനും മക്കൾ എന്തുണ്ടാക്കിയാലും കഴിക്കും. പക്ഷേ ഇന്നെ തൃപ്തിപ്പെടുത്താനാണ് എനിക്ക് തന്നെ വയ്യാത്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ ചായയുടെ കഴിഞ്ഞ് നേരെ ബ്ലാക്കിനെ കുളിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സൺഡേ ഏട്ടന് ലീവ് ആയതുകൊണ്ട് ബ്ലാക്കിനെ കുളിപ്പിക്കലും ഒക്കെയാണ് ഏട്ടൻ്റെ പരിപാടികളെ. ഇത് ഞാൻ സൺഡേ എടുത്ത വീഡിയോ ആണ്. ഇത് അപ്ലോഡ് ചെയ്യാൻ ഒന്ന് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടൻ ലീവ് ആയതുകൊണ്ട് നമുക്കൊരു ഇടം വരെ പോകും കൂടിയും വേണം കേട്ടോ. അപ്പോൾ ആനിമോൾ ഇതാ ബ്ലാക്കിനെ കുളിപ്പിക്കാനൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണേ. മാമയുടെ മോക്ക് വിശേഷം ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെ അങ്ങോട്ട് കാണാൻ പോയിട്ടില്ല കേട്ടോ. ഓരോ കാരണത്താലും അങ്ങോട്ട് പോലെ ഒന്നും മുടങ്ങാറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടേ. അങ്ങനെ ബ്ലാക്കിന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവളെ കുറച്ച് നേരം ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അവൾക്കറിയാം അവളെ കുളി കഴിഞ്ഞ് ഇവിടെ കുറച്ച് നേരം കെട്ടി. അപ്പോൾ അവൾ അങ്ങോട്ട് വേഗം ഓടിപ്പോയിട്ടുണ്ട്. ദേവുട്ടൻ്റെ ചാടിയൊക്കെ കഴിഞ്ഞ് അവ അതാ നേരെ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഏട്ടതാ ബ്ലാക്കിക്കുള്ള ചോറ് കൊടുക്കാൻ നിന്നിട്ടുണ്ട്. ഏട്ടനതൊക്കെ ചെയ്തപ്പോഴേക്കും ഞാൻ എനിക്ക് കുറച്ച് തിരുമ്പാളതൊക്കെ വേഗം തിരുമ്പാൻ നിന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണേ. ഞങ്ങളുടെ കൂടെ അമ്മയും കൂടിയും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മേനെ വാണിയമ്പലത്ത് പോയി എടുത്തിട്ട് വേണം നമുക്ക് പോവാൻ. ഇന്നലെ ഞങ്ങൾ വീണ്ടും മുന്നത്തെ കാടൊക്കെ വെട്ടിട്ട് അവിടെ കുറച്ച് ചെടികളൊക്കെ കൊടുത്ത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ. അപ്പം നല്ല വെയിലുണ്ടായതുകൊണ്ട് ആ കുഴിച്ചിട്ടതൊക്കെ വാടി വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.